വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഗീതുമോളുടെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. 2 മണി തൊട്ടിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പരിപാടി തുടങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയ സമയത്ത് ഇതേ കുറേ കുഞ്ഞു കുഞ്ഞു മാലാഖമാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗീതുമോളും മാലാഖ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ഗീതുമോളുടെ എടുത്തു, പിന്നെ ഞങ്ങൾ 3 ആളും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഉണ്ണിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് നേരെ ഹാളിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ LP UP അതേപോലെ തന്നെ കിൻഡർ ഗാർഡനിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാലാഖമാരായിട്ട്. പിന്നെ ഈ ഒരു കുഞ്ഞു മാലാഖമാരെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഒരുങ്ങി ആ ചിറകും അതേപോലെ തന്നെ ആ കിരീടമൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും കാണാനായിട്ട്. പിന്നെ ഉണ്ണി ഇത് എല്ലാവരെയും കണ്ടിട്ട് ഇത് അന്തം വിട്ടിട്ട് ഇതേപോലെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല, എല്ലാവരെയും ഭയങ്കര നോട്ടമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗീതുമോളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഉണ്ണിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം LKG UKG സെക്ഷനിലെ മാലാഖമാരുടെ മത്സരമായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തർ അവരുടെ പേര് വന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരവരുടെ സീറ്റിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ UP കാരുടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് വന്ന് പരിചയപ്പെടുത്തി. ചിലരൊക്കെ പാട്ട് പാടുന്നുണ്ട്, അതുപോലെ തന്നെ വിഷ് പറയുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ മത്സരങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ടും മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അകത്തായതുകൊണ്ട് തന്നെ പുറത്തത്തെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് അപ്പൂപ്പന്മാരുടെ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഗീതുമോളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാലാഖ മത്സരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടിക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ചിറകനാണെങ്കിൽ ഭയങ്കര ലൈറ്റ് കത്തലും അതേപോലെ തന്നെ മെഴുകുതിരിയൊക്കെ പിടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഗീതുമോൾ വന്നിട്ട് ഗീതുമോൾക്ക് പറയാനുള്ളത് പറഞ്ഞു, അതേപോലെ തന്നെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ടീച്ചർക്ക് പാടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടീച്ചർമാർക്ക് ഗീതുമോളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പേരൊക്കെ ആയിട്ട് അവർ ആദ്യം ചോദിച്ച് മനസ്സിലാക്കണത്. അങ്ങനെ പിന്നെ അവളുടെ ക്ലാസ്സിലെ എല്ലാവരും ഫ്രണ്ട്സിൻ്റെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ അമ്മമാരും വന്നിട്ടുണ്ട്, അച്ഛന്മാരും വന്നിട്ടുണ്ട് കേട്ടോ. മിക്ക ആൾക്കാരും വൈറ്റ് ആൻഡ് റെഡ് കളറിലുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കണ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിക്ക് ഉറങ്ങേണ്ട നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്തിറങ്ങി നോക്കിയപ്പോൾ എവിടെ കുറേ അപ്പൂപ്പന്മാരും മാലാഖമാരും പിന്നെ റോഡ് ഷോ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേഷം കിട്ടിയ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്തായിട്ട് തന്നെ നമ്മുടെ ഫാദർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാദറൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് കുട്ടികളെ വരിവരിക്കായിട്ട് ഹാളിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഉണ്ണി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് കയറുകയാണ് കേട്ടോ. PTA മെമ്പേഴ്സും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫാദർ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അതിന് ശേഷം നമുക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഗീതുമോളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ. അപ്പോൾ പ്രിൻസിപ്പളുടെ പ്രസംഗമായിരുന്നു കേട്ടോ ആദ്യം. അതിന് പ്രിൻസിപ്പൾ ഓരോരുത്തരനായിട്ട് സ്വാഗതം ചെയ്യാണ് കേട്ടോ. അങ്ങനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ എല്ലാവർക്കും ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ തന്നെയായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാദറുടെ പ്രസംഗമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളുടെ കരോൾ ഗാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കാണ് കേട്ടോ LPയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ PTAയിലെ 2 ആൾക്കാരുടെ കൂടി പ്രസംഗം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് UPയിൽ ഫസ്റ്റ് കിട്ടിയ കരോൾ ഗാനമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ ഒരു കരോൾ ഗാനമൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ പാട്ടൊക്കെ ഒന്ന് ആസ്വദിച്ച് വരുന്ന സമയത്ത് ഉണ്ണി എണീറ്റു കേട്ടോ. പിന്നെ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പുറത്തേക്ക് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന സൈഡിൽ ഫാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചൂടെടുത്തിട്ടാണ് തോന്നുന്നത്, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ പുറത്തേക്ക് വന്നപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം പുൽക്കൂടിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞപ്പോൾ ഞാൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൊടുത്തപ്പോൾ ആളൊന്ന് സൈലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, അപ്പൂപ്പന്മാരെ തോന്നുന്നു ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു.
പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ സമ്മാനദാനമായിരുന്നു കേട്ടോ. അപ്പോൾ ഏഞ്ചലിൻ്റെയും അതേപോലെ തന്നെ അപ്പൂപ്പന്മാരുടെ മത്സരം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ സ്പോട്ടിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ സമ്മാനം മേടിച്ച് കുട്ടികളുടെ ഫോട്ടോസൊക്കെ പുറത്ത് നിന്നിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ സമ്മാനദാനം ഒന്നും ഫുള്ളായിട്ട് കാണാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ ടീച്ചർമാരുടെ കരോൾ ഗാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കുറച്ച് നേരം നിന്നു. അതിന് ശേഷം നമുക്ക് കേക്ക് മുറിക്കണ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാദറാണ് കേട്ടോ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ കുട്ടികൾക്കും അമ്മമാർക്കും പിന്നെ അവിടെ വന്ന എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഹാളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഇതേ കുട്ടികളെ ഇതേപോലെ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസ് ചെയ്യാനായിട്ട് ഇതേപോലെ വെള്ള ഡ്രസ്സ് ഇട്ട് ഉള്ള കുറച്ച് കുട്ടികൾ, പിന്നെ ഇത് അപ്പൂപ്പന്മാർ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് പിന്നെ നമ്മുടെ മാലാകമാരും, പിന്നെ കുറച്ച് ബാക്കിലായിട്ട് ഇതേ മാർഗം കളിയുടെ ഡ്രസ്സ് ഇട്ട കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ റോഡ് ഷോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേഷം കെട്ടിയിട്ടുള്ള കുറച്ച് കുട്ടികൾ, ബാൻഡ് സെറ്റിൻ്റെ ആൾക്കാർ എല്ലാവരും ഇതേപോലെ നമ്മുടെ ഗ്രൗണ്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ കുട്ടികൾ ഡാൻസൊക്കെ കളിക്കുന്നത്. ഇങ്ങനെ എല്ലാ കുട്ടികളെ ഒരുമിച്ച് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആ ഒരു വൈറ്റും റെഡും കോംബോ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഗ്രൗണ്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് റോഡ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ കുട്ടികളൊക്കെ ഇത് സൈക്കിളിലാണ് കേട്ടോ ആദ്യം പോണത്. അതിൻ്റെ ബാക്കിലായിട്ടുള്ള ബാനറൊക്കെ പിടിച്ചിട്ട് കുറച്ച് കുട്ടികൾ, പിന്നെ അപ്പൂപ്പന്മാരും ബാൻഡ് സെറ്റ് മാലാകമാർ, അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ടീച്ചേഴ്സും ഉണ്ട്, പിന്നെ നമ്മുടെ പാരൻസും എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. 4:45 ആകുമ്പോഴത്തേന് റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വരിവരിക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു 2 സ്റ്റോപ്പൊക്കെ വരെയായിട്ട് ഇവരെന്നെ നടത്തിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആ ഒരു നേരമൊക്കെ ആകുമ്പോഴത്തേനും ഉണ്ണി ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിക്ക് പാലൊന്നും കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെയും വാശിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നേരെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഇവർ സെൻറ്ററിലൊക്കെ പോയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ എന്തോ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജ്യൂസും അതേപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് 6 മണി 6:30 ആ ഒരു ടൈമിലായിട്ട് ഇവരെന്നെ തിരിച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവരെന്നെ ട്രാവലർ അതേപോലെ തന്നെ കുറച്ച് കുട്ടികളെ ഓട്ടോറിക്ഷ അങ്ങനെയൊക്കെ ആയിട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഇതേ ഡാൻസൊക്കെ കളിച്ചിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പാക്കറ്റിലായിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഇതേ വണ്ടിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഗീതുമോളുടെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയണത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം. എല്ലാ കുട്ടികളും ഇതേപോലെ തന്നെ മാലാഖയും അപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പെൺകുട്ടികളൊക്കെ മാലാഖമാരായിരുന്നപ്പോൾ അവരെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ഡ്രസ്സും മേക്കപ്പും പിന്നെ കിരീടവും അതേപോലെ തന്നെ ആ ചിറകൊക്കെ വെച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇതേപോലെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞോ എന്നുള്ളത് ഇതിൻ്റെ താഴത്തായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.